എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമുക്ക് വിഷുവിന് ഒരു മധുരപലഹാരമാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു കട്ടി കഞ്ഞിവെള്ളം 7 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ അമൃതം പൊടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അംഗൻവാടി വഴി കുട്ടികൾക്ക് കിട്ടുന്ന അമൃതം പൊടിയാണ്. അതിന് 1.5 കപ്പ് അമൃതം പൊടി ഈ കഞ്ഞിവെള്ളമായിട്ട് നന്നായിട്ട് കട്ടി പിടിക്കാതെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ശർക്കരയാണ് എടുക്കുന്നത്. 250 ഗ്രാം ശർക്കര നമുക്ക് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് പാനിയാഴ്ചയെടുക്കാം. അടിക്ക് പിടിക്കാതെ ഈ കഞ്ഞിവെള്ളവും അമൃതം പൊടിയും കൂടെ ചേർന്നത് നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ അത് നല്ല തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അടിക്ക് പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ശർക്കരപ്പാനി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നെയ്യ് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്കിട്ട് മിക്സ് ചെയ്യാം. നമുക്കിപ്പം തീ ഓഫ് ചെയ്യാം. ഇനി ഇത് പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കൊരു സ്പൂണിൻ്റെ അടിഭാഗത്ത് നെയ്യ് തേച്ച് ഇത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് പാത്രത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല സെറ്റ് ആവും കേട്ടോ. അപ്പോഴും നമുക്ക് ഇപ്പോൾ 2 മണിക്കൂറൊക്കെ ആയി കേട്ടോ. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി എടുത്ത് നോക്കാം. നല്ല ചൂടൊക്കെ മാറി നല്ല തണുത്തിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി ഇത് ഇപ്പോൾ കഴിക്കാൻ പാടില്ല. ഒരു ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇപ്പോൾ ഇന്ന് വൈകിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നതെങ്കിൽ നാളെ രാവിലെയൊക്കെ എടുത്ത് കഴിച്ചാലാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതുപോലെ തന്നെ നാളെ കട്ട് ചെയ്താലും മതി. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷുവിന് ഇതൊരു മധുര പലഹാരമായി തന്നെ ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.